ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 24-ാം ഭാഗം. കുട്ടി ആണോ പെണ്ണോ? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ജനിക്കുന്ന കുട്ടികളൊക്കെ പെൺകുട്ടികൾ മാത്രമായാൽ അക്കാര്യത്തിൽ സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുന്ന പുരുഷന്മാരുമുണ്ട്. എന്നിട്ട് അവൻ പുതിയ കല്യാണം കഴിച്ചിട്ടും ഒരു രക്ഷയുമില്ല, പിന്നെയും പെൺകുട്ടികൾ തന്നെ. കാരണം കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ത്രീയല്ല, പുരുഷനാണ്. പുരുഷ ബീജമാണ്. ബീജത്തിലെ ക്രോമസോമുകൾ തീരുമാനിക്കുന്ന ജനിതക പ്രക്രിയയിലൂടെയാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. സ്ത്രീകളിൽ 2 ക്രോമസോമുകളുണ്ട്, രണ്ടും എക്സുകളാണ്. എക്സ്. ഇതിനാണ് ഈ സെക്സ് നിർണ്ണയിക്കുന്ന ക്രോമസോമുകൾ എന്ന് പറയുക. സ്ത്രീകളിലും 2 എണ്ണമുണ്ട്, പുരുഷന്മാരിലും 2 എണ്ണമുണ്ട്. പുരുഷന്മാരിലുള്ള ക്രോമസോമുകൾ ഒന്ന് എക്സും മറ്റൊന്ന് വൈയുമാണ്. അപ്പോൾ പുരുഷന്മാരിൽ എക്സും വൈയുമുണ്ട്, സ്ത്രീകളിൽ എക്സുമാണുള്ളത്. ഈ ഒരൊറ്റ ക്രോമസോം അഥവാ എക്സ് ഉള്ള ഈ സ്ത്രീ പുരുഷൻ്റെ വൈ ക്രോമസോമും സ്ത്രീയുടെ എക്സ് ക്രോമസോമും കൂടിച്ചേരുമ്പോൾ കുട്ടി ആണായിത്തീരും. പുരുഷൻ്റെ എക്സ് ക്രോമസോമും സ്ത്രീയുടെ എക്സ് ക്രോമസോമും കൂടിച്ചേരുമ്പോൾ കുട്ടി പെണ്ണായിത്തീരും. അപ്പോൾ YX = ബോയ്, XX = ഗേൾ എന്ന് പറയാം. അപ്പോൾ കുഞ്ഞ് ആണാകണോ പെണ്ണാകണോ എന്ന് തീരുമാനിക്കുന്നത് പുരുഷൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ബീജത്തിലെ ക്രോമസോമിനെ, അത് എക്സ് ആണോ വൈ ആണോ സ്ത്രീയുടെ എക്സിനോട് ചേരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇത് ഇന്ന് ഈ മേഖലയിൽ പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി സൂറത്തു നജ്മിലെ ഈ 2 ആയത്തുകൾ ഒന്ന് വായിച്ചു നോക്കാം. സൂറത്തു നജ്മ് 45-46 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, വഅന്നഹു ഖലഖസ് സൗജൈനി الذكر والأنثى മിൻ നുത്ഫത്തിൻ ഇദാ തുംന. ഒരു ബീജം ഗർഭാശയത്തിലേക്ക് സ്രവിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ആണ് പെണ്ണ് എന്നിങ്ങനെ 2 ഇണകളെ അവനാണ് സൃഷ്ടിച്ചത്. അഥവാ ഒരു നുത്ഫ ഗർഭാശയത്തിലേക്ക് സ്രവിക്കപ്പെടുമ്പോൾ തന്നെ അതിൽ നിന്നുണ്ടാവുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നു എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കുന്നു എന്നർത്ഥം. അപ്പോൾ സൂറത്തു നജ്മിലെ ഈ ആയത്തുകളിൽ നിന്ന് കുട്ടിയുടെ ലിംഗനിർണയം അഥവാ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഈ നുത്ഫ സ്റ്റേജിൽ തന്നെ, അഥവാ പുരുഷ ബീജവും സ്ത്രീ ബീജവും ഗർഭാശയത്തിൽ കൂടിച്ചേരുമ്പോൾ തന്നെ തീരുമാനിക്കപ്പെടുന്നു എന്ന് കൃത്യമായ സൂചന ഈ ആയത്തുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇനി സൂറത്തുൽ ഖിയാമയിലെ ഈ ആയത്തുകൾ കൂടി ഒന്ന് വായിച്ചു നോക്കാം. സൂറത്തുൽ ഖിയാമ 37, 38, 39 ആയത്തുകൾ. അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. സൂറത്തുൽ ഖിയാമയിലെ ഈ 3 ആയത്തുകൾ. അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു ചെറിയ കണമായിരുന്നില്ലേ, അഥവാ തെറിച്ചു വീണ നിസ്സാരമായ ഒരു ശുക്ലക്കണം മാത്രമായിരുന്നില്ലേ അവൻ. പിന്നെ അത് ഭ്രൂണമായി. ശേഷം അള്ളാഹു അവനെ സൃഷ്ടിച്ചു,
അന്യൂനമായി സംവിധാനിച്ചു. അങ്ങനെ അവൻ അതിൽ നിന്ന് ആണും പെണ്ണുമായി ഇണകളെ ഉണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നുത്ഫത്ത്, അവൻ ഒരു തെറിക്കുന്ന ഒരു ബീജകണം മാത്രമായിരുന്നില്ലേ, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും പടച്ചു എന്നാണ് സൂറത്തുൽ ഖിയാമയിലും അല്ലാഹു പറയുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത് ഇപ്രകാരമാണ്. ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാനതിൻ്റെ അറബി ടെക്സ്റ്റ് ഒഴിവാക്കുകയാണ്. ബീജസങ്കലനം നടന്നതിന് ശേഷം 42 ദിവസം കഴിഞ്ഞാൽ അള്ളാഹു ആ ഗർഭപാത്രത്തിനടുത്തേക്ക് ഒരു മലക്കിനെ അയക്കുന്നു. അങ്ങനെ മലക്ക് ആ ഭ്രൂണത്തിന് രൂപം നൽകുന്നു. കേൾവിയും കാഴ്ചയും തൊലികളും മാംസങ്ങളും എല്ലുകളും സൃഷ്ടിക്കുന്നു. പിന്നീട് മലക്ക് ചോദിക്കുന്നു, അള്ളാഹുവേ, ഇത് ആണാണോ പെണ്ണാണോ? അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹു പറഞ്ഞതനുസരിച്ച് മലക്ക് രേഖപ്പെടുത്തുന്നു. ഇതാണ് ഹദീസിൽ പറഞ്ഞതിൻ്റെ ആശയം. അപ്പോൾ ഹദീസിൽ പറഞ്ഞത് എന്താണ്? ഈ ഹദീസിൽ പറഞ്ഞത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ വിഷയം ഒന്നുകൂടി ആഴത്തിൽ പഠിക്കണം. ലിംഗനിർണയം എന്നുള്ളത് 2 തരത്തിലുണ്ട്. ജനറ്റിക് സെക്സ് അല്ലെങ്കിൽ ജീനോടിപ്പിക് സെക്സ് അല്ലെങ്കിൽ ക്രോമസോം സെക്സ് എന്നൊക്കെ പറയുന്ന ലിംഗനിർണയം ഒന്ന്. മറ്റൊന്ന് ഫിനോടിപ്പിക് സെക്സ് എന്ന് പറയുന്ന മറ്റൊരു രീതിയിലുള്ള ലിംഗനിർണയവുമുണ്ട്. ഇപ്പം 2 രീതിയുണ്ട്, 2 രൂപവുമുണ്ട്. ഈ 2 രൂപമാണ് ഒന്ന് ഖുർആനിലും മറ്റൊന്ന് ഹദീസിലും പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അഥവാ ജനിതകപരമായ ലിംഗനിർണയം അഥവാ DNA ക്രോമസോമുകളുടെ അടിസ്ഥാനത്തിലുള്ള ലിംഗനിർണയം, നേരത്തെ നമ്മൾ പറഞ്ഞ XY ക്രോമസോമുകളെ അടിസ്ഥാനമാക്കിയുള്ള ലിംഗനിർണയം എന്ന് പറയുന്നത് ഈ നുത്ഫത്ത്, അംഷാജിൻ എന്ന് പറഞ്ഞില്ലേ, ആ കൂടിച്ചേർന്ന സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം, അതാകുമ്പോൾ തന്നെ ഈ XY ക്രോമസോമുകൾ കൂടിച്ചേരുമ്പോൾ തന്നെ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നു. എന്നാൽ ഫിനോറ്റിപ്പിക് സെക്സ് ആണ് ബാഹ്യരൂപമായ ലിംഗനിർണയം. അഥവാ ഒരു കുട്ടിയുടെ ശാരീരികാവയവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. ഭ്രൂണം, പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേരുമ്പോൾ അത് വളരെ വളരെ ചെറിയ ഒരു സാധനമാണ്. അവിടെ സ്ത്രീയുടെ അവയവം, ലൈംഗികാവയവമോ പുരുഷൻ്റെ ലൈംഗികാവയവമോ ഒന്നുമില്ല. പിന്നീട് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് വളർന്ന് വലുതായി സ്കാൻ ചെയ്ത് അവർ അതിലെ ലിംഗനിർണയം നടത്തുന്നത് ഈ സ്കാനിങ്ങിലൂടെ അവർക്ക് സ്ത്രീ ലൈംഗികാവയവമോ പുരുഷ ലൈംഗികാവയവമോ ഒക്കെ കാണുമ്പോൾ മാത്രമാണ്. അതാണ് ഇവിടെ ഹദീസിൽ പറയുന്നത്. അപ്പോൾ നുത്ഫ ഘട്ടത്തിൽ വെച്ച് തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികാവയവങ്ങൾ ഉണ്ടാകുന്നത് 6 ആഴ്ചകൾക്ക് ശേഷമാണ്. 6 ആഴ്ച വരെ കുട്ടിയുടെ ലൈംഗികാവയവങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നില്ല എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യൻ ആണാണോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ലൈംഗികാവയവങ്ങളുടെയും ശരീരത്തിലെ മറ്റവയവങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ സാധാരണ ഒരാൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മളൊരാളെ കാണുമ്പോൾ തന്നെ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ DNA പരിശോധിച്ചിട്ടല്ലല്ലോ. അയാളുടെ പ്രകൃതം, അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ അവരുടെ ലൈംഗികാവയവം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയുക, അല്ലാതെ DNA പരിശോധിച്ചിട്ടല്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ കാര്യം, അതായത് 6 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 42 ദിവസം കഴിയുമ്പോഴുള്ള ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണയിക്കും എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ലിംഗനിർണയത്തെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 2 തരത്തിലുള്ള ലിംഗനിർണയത്തെപ്പറ്റി വളരെ കൃത്യമായി ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചിരിക്കുന്നു. ജനറ്റിക് സെക്സ് ബീജസങ്കലന സമയത്ത് തന്നെ നിർണയിക്കപ്പെടുന്നു. ഇക്കാര്യം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. വഅന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ മിൻ നുത്ഫത്തിൻ ഇദാ തുംന. ആ ബീജം സ്രവിക്കപ്പെടുമ്പോൾ ഗർഭാശയത്തിലേക്ക്
വിസർജിക്കപ്പെടുമ്പോൾ തന്നെ അത് രണ്ടും കൂടിച്ചേർന്നുള്ള ആ അവസ്ഥയിൽ തന്നെ ദക്കറും ഉൻസയും ആണും പെണ്ണും തീരുമാനിക്കപ്പെടുന്നു. എന്നാൽ ആ ബീജം ഗർഭാശയത്തിലേക്ക് സ്രവിക്കപ്പെടുമ്പോൾ ആൺ പെൺ എന്നുള്ള തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെതായി ഉണ്ടാകുന്നുവെങ്കിലും അത് യഥാർത്ഥത്തിൽ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന പ്രത്യക്ഷത്തിലുള്ള അവയവങ്ങൾ വരുന്നത് പിന്നെയും 5-6 ആഴ്ചകൾക്ക് ശേഷമാണ്, 42 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇതാണ് ഫിനോറ്റിപ്പിക് സെക്സ് നിർണ്ണയിക്കപ്പെടുന്ന ഭ്രൂണത്തിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ സെക്സ് ഡിഫറൻഷിയേഷൻ എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് വരുന്നത്. അതിനെക്കുറിച്ചാണ് 6ാമത്തെ ആഴ്ചയിൽ നടക്കുന്നു എന്ന് ഹദീസിലും വ്യക്തമായി പറയുന്നത്. ഇപ്പോൾ ഖുർആനും ഹദീസും ചേർത്ത് വെക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നും എങ്ങനെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തൊരത്ഭുതം! അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.